മോർണിംഗ് ഓൾ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിൻ്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യസ് പോപ്പുലേഷൻ ഹാസ് ഹിറ്റ് 146.39 crore UNFPA. അതായത് നമ്മുടെ പോപ്പുലേഷൻ 146.39 crore മാറിയിരിക്കുകയാണ്. അതൊരു 170 crore എത്തുമെന്നുള്ളതാണ് ഫ്യൂച്ചർ പ്രഡിക്ഷൻ എന്നുള്ളത്. അതേ കണക്ക് തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2.1 നിന്ന് 1.9 കുറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഹസാർഡ്സ് ഓഫ് ഗോയിങ് ഗ്ലോബൽ ഓൺ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ് പരിഹരിക്കുന്നതിൽ ഈ പറഞ്ഞ ബയലാറ്ററൽ ഡിപ്ലോമസി ആയാലും മൾട്ടിലാറ്ററൽ ഡിപ്ലോമസി ആയാലും എത്രത്തോളം പരാജയപ്പെട്ടു എന്നതിൻ്റെ കാര്യകാരണ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് സെക്കൻഡ് വണ്ണ്. നെക്സ്റ്റ്, ഇന്ത്യസ് ലീഗൽ ബ്രിഡ്ജസ് വൺ ഓഫ് റെസിപ്രോസിറ്റി നോട്ട് റോഡ് ബ്ലോക്സ്. അതായത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ ഓഫ് ഫോറിൻ ലോയേഴ്സ് ആൻഡ് ഫോറിൻ ഫേംസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ രീതിയിൽ പുതിയ റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇമ്പാക്ട്സും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ന്യൂ വെയിറ്റ് ലോസ് ഡ്രഗ്സ് ഹാവ് ലോവർ ഇമ്പാക്റ്റ് ഇൻ റിയൽ ലൈഫ് സ്റ്റഡി. അതായത് US-ൻ്റെ GLP-1 ഡ്രഗ്സിനെ കുറിച്ചുള്ള സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു ആർട്ടിക്കിൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ്, സെൻസിറ്റീവ് ജർമ്മൻ എക്സ്പെരിമെൻറ്റ് സെറ്റ് ന്യൂ ലിമിറ്റ് ഓൺ മാക്സിമം ന്യൂട്രിനോ മാസ്. അതായത് കാട്രിൻ എക്സ്പെരിമെൻ്റ് വഴി ന്യൂട്രിനോട് അത് ആൻറ്റി ന്യൂട്രിനോട് ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള മാസ് കണ്ടുപിടിക്കുക, അതിൻ്റെ സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഓരോ ആർട്ടിക്കിളും വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തു പോവാം. ഫസ്റ്റ് വൺ, ഇന്ത്യസ് പോപ്പുലേഷൻ ഹാസ് ഹിറ്റ് 146.39 crore UNFPA. അതായത് നമ്മൾ ചൈനേനെ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ സർപ്പാസ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ഗ്രോത്ത് എന്ന് പറയുന്നത് 170 crore ആയിരിക്കും എത്തുക. അത്രയും ഒരു പീക്ക് ലെവലിലേക്ക് പോപ്പുലേഷൻ മാറും എന്നുള്ളതാണ് UNFPAയുടെ പ്രഡിക്ഷൻ. അതേനൊക്കെ തന്നെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 നിന്ന് 1.9 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡെമോഗ്രാഫിക് ഷിഫ്റ്റും അതേനൊക്കെ തന്നെ പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷനെയുമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 2021 സെൻസസ് വളരെയധികം ഡിലേ ചെയ്തിട്ടുണ്ട്. അത് 2027 നടക്കുന്നത്. സോ ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് പോപ്പുലേഷൻ എന്ന് പറയുന്നത് പ്രൊജക്ഷൻസ്, സാമ്പിൾ സർവേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നടക്കുക. അത് നമ്മുടെ പ്ലാനിങ്ങിനെയും അതേപോലെ തന്നെ പോളിസി മേക്കിങ്ങിനെയും ഒക്കെ വളരെയധികം മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം ഇത്രയും വർഷത്തെ ഗ്യാപ്പ് വരുമ്പോൾ അത് നമ്മുടെ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ്റെ അത്രത്തോളം എഫക്റ്റീവായിട്ട് രീതിയിൽ ഈ പറയുന്ന വെൽഫെയർ സ്കീംസ് ആയാലും ഒന്നും തന്നെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അതേപോലെ തന്നെ 2021 സെൻസസ് ഡിലേ ചെയ്തിട്ടുണ്ട്. കോവിഡ് ഇഷ്യൂസ് കാരണം അത് 2027 മാറ്റിയിട്ടുള്ളത്. ഇത്രയും ഒരു ഡിലേ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഇത്രയും ഒരു ഡിലേ വരുമ്പോൾ ഇത് നമ്മുടെ പോളിസി ഇംപ്ലിമെൻറ്റേഷനെ ആയാലും അതേ കണക്ക് തന്നെ പ്ലാനിങ്ങിനെ ആയാലും ടോട്ടലി തന്നെ അഫക്റ്റ് ചെയ്യും. ഇനി പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, കറന്റ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് TFR ട്രെൻഡ്സ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ 2025 1.46 ബില്യൺ ആണ്. TFR അതായത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 1.9 ആണ്. റീപ്ലേസ്മെൻറ്റ് ലെവലിലും താഴെയാണ് നമ്മുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. അതേനൊക്കെ തന്നെ സദേൺ സ്റ്റേറ്റ് ആണ് റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ ഫെർട്ടിലിറ്റി ലെവലിൽ മുൻപന്തിയിലുള്ളത്. കാരണം നോർത്തേൺ സ്റ്റേറ്റ്സിനെക്കാളും കുറേ കൂടെ വളരെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ പോപ്പുലേഷൻ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ പോപ്പുലേഷൻ കൺട്രോൾ മെത്തേഡ്സ് ഒക്കെ വളരെയധികം അഡോപ്റ്റ് ചെയ്തത് ഈ പറയുന്ന സദേൺ സ്റ്റേറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ ഫെർട്ടിലിറ്റി ലെവലിലേക്ക് അവരെ നേരത്തെ എത്താനുള്ള റീസൺ. ദെൻ UNFPA സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ 2025 റിപ്പോർട്ട്. ഇതിലെ മെയിൻ ഇഷ്യൂ പറയുന്നത് അൺമെറ്റ് റീപ്രൊഡക്റ്റീവ് ഗോൾസ്, നോട്ട് ഓവർ പോപ്പുലേഷൻ. അതേ കണക്ക് തന്നെ 1 in 3 ഇന്ത്യൻ അഡൾട്ട്സ് ഫേസ് അൺഇൻറ്റൻഡഡ് പ്രഗ്നൻസി, 30% ഹാവ് അൺഫുൾഫിൽഡ് ഫെർട്ടിലിറ്റി ഡിസൈഴ്സ്, 23% ഫേസ് ബോത്ത് ഇഷ്യൂസ്. ദെൻ റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫെർട്ടിലിറ്റി, അതായത് ചിൽഡ്രൻ പെർ വുമൺ ആണ് ഈ പറഞ്ഞ റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫെർട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടേത് 1.9 കുറഞ്ഞിട്ടുണ്ട്. 31 സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ് ഹാവ് അച്ചീവ്ഡ് റീപ്ലേസ്മെൻറ്റ് ലെവൽ. ഇനി മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS1 GS2 GS3 ഈ ഒരു ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പോപ്പുലേഷൻ ആൻഡ് അസോസിയേറ്റഡ് ഇഷ്യൂസ്, ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ഇൻ്റർവെൻഷൻസ്, എക്കോണമിക് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആൻഡ് ഫെർട്ടിലിറ്റി ട്രെൻഡ്സ് ഇൻ ഇന്ത്യ, സെൻസസ് ഡിലേ ആൻഡ് ഡേറ്റ ഡ്രിവൺ ഗവേണൻസ് ചലഞ്ചസ്, ഇമ്പാക്ട്സ് ഓഫ് ഡിക്ലൈനിങ് ഫെർട്ടിലിറ്റി ഓൺ ലേബർ ഫോഴ്സ് ആൻഡ് എക്കോണമി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന റിപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സെക്കൻഡ് ആർട്ടിക്കിൾ, ദ ഹസാർഡ്സ് ഓഫ് ഗോയിങ് ഗ്ലോബൽ ഓൺ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ്.
അതായത് ഈ പറഞ്ഞ ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫ്, ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ് ഒക്കെ മൾട്ടിലാറ്ററൽ ആയാലും ബയലാറ്ററൽ ഡിപ്ലോമസി രീതിയിലേക്ക് സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അത് വളരെ രീതിയിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കാരണങ്ങളും ഒക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ അതിനൊക്കെ ഡിപ്ലോമാറ്റിക് എഫേർട്സ് ഒന്നും നമ്മൾ പ്രതീക്ഷിച്ച അത്രയും രീതിയിലൊരു ഔട്ട്കം തന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ സംശയമാണ്. അതിനൊക്കെ തന്നെ UN ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് ഡെഫിനിഷൻ കൊടുക്കാത്തതും അതേപോലെ തന്നെ ഇന്ത്യയുടെ ടെററിസ്റ്റ് അറ്റാക്ക് ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യാത്തതും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ഇത്രയും കശ്മീർ എന്നുള്ളൊരു ഇഷ്യൂ ഇന്റർനാഷണലൈസ് ചെയ്യുന്നതിന് പകരം ഇന്ത്യ ഫോക്കസ് ചെയ്യേണ്ടത് കശ്മീരിൽ ഡയറക്റ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ UN മെക്കാനിസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 51 സെൽഫ് ഡിഫെൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അറ്റാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ സെൽഫ് ഡിഫെൻസിനുള്ള എല്ലാ അധികാരവും ഈ പറയുന്ന ആർട്ടിക്കിൾ 51 പ്രകാരമുണ്ട്. വാലിഡ് അൺടിൽ സെക്യൂരിറ്റി കൗൺസിൽ ആക്ട് മസ്റ്റ് റിപ്പോർട്ട് ആക്ഷൻ ടു സെക്യൂരിറ്റി കൗൺസിൽ. അതേണക്ക് തന്നെ ചാപ്റ്റർ 6 പീസ്ഫുൾ ആൻഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്രൊമോട്ട് നെഗോസിയേഷൻ, മീഡിയേഷൻ ആൻഡ് ആർബിട്രേഷൻ. സെക്യൂരിറ്റി കൗൺസിൽ റെക്കമെൻഡ് സൊല്യൂഷൻസ്, നോ എൻഫോഴ്സ്മെന്റ് പവർ. Then chapter 7 action for peace. Security Council can enforce sanctions and military sanction, override sovereignty if peace threaten, includes article 51. And then counter terrorism committee. കൗണ്ടർ ടെററിസം കമ്മിറ്റി വരുന്നത് 9/11 അറ്റാക്കിന് ശേഷമാണ് ഈ പറയുന്ന കൗണ്ടർ ടെററിസം കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അതേ കണക്ക് ആന്റി ടെററിസം മെഷേഴ്സ് ഗ്ലോബലി മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന കൗണ്ടർ ടെററിസം കമ്മിറ്റിയുടെ മേജർ എയിം എന്നുള്ളത്. അതേപോലെ കൗണ്ടർ ടെറർ ലോസ് ഓരോ സ്റ്റേറ്റും അവരുടെ കൗണ്ടർ ടെറർ ലോസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഒബ്ജക്റ്റീവാണ്. ദെൻ സിംല എഗ്രിമെന്റ് ആൻഡ് ഇന്ത്യ സ്റ്റാൻഡ്സ് ഓൺ കാശ്മീർ ആൻഡ് ടെററിസം. സിംല എഗ്രിമെന്റ് 1972 വരുന്നത്. അതായത് പാകിസ്ഥാനുമായിട്ടുള്ള ബയലാറ്ററൽ ടോക്കിന്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ സിംല എഗ്രിമെന്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ കാശ്മീരിന്റെ കേസിൽ ഒരു തേർഡ് പാർട്ടി മീഡിയേഷൻ അവിടെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലിങ്ക് ടെററിസം ടു പാകിസ്ഥാൻ ബേസ്ഡ് ഗ്രൂപ്പ്സ്. പാകിസ്ഥാൻ അതിനെതിരെ ആക്ഷൻസ് എടുക്കണമെന്ന് ഇന്ത്യ വളരെ ശക്തമായി വാദിച്ച ഒന്നായിരുന്നു ഈ പറഞ്ഞ സിംല എഗ്രിമെന്റ്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 GS3 ഈ ഒരു ടോപ്പിക്ക് വളരെ റെലവെന്റ് ആണ്. കാരണം ഇന്ത്യസ് ഫോറിൻ പോളിസി, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്റർണൽ സെക്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് ഓഫ് ബൈലാറ്ററൽ ആൻഡ് മൾട്ടിലാറ്ററൽ ഡിപ്ലോമസി വിത്ത് പാകിസ്ഥാൻ, റോൾ ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ദ UN ഇൻ അഡ്രസ്സിംഗ് ടെററിസം ആൻഡ് ഇൻഡോ-പാക് കോൺഫ്ലിക്റ്റ്, ഇന്ത്യസ് ഇവോൾവിംഗ് കൗണ്ടർ ടെററിസം ഡോക്ട്രിൻ ആൻഡ് സ്ട്രാറ്റജിക് ഓപ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന UN അതിനൊക്കെ തന്നെ ഇന്ത്യ പാക് റിലേഷൻസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. ഇന്ത്യസ് ലീഗൽ ബ്രിഡ്ജ് ഈസ് വൺ ഓഫ് റെസിപ്രോസിറ്റി നോട്ട് റോഡ് ബ്ലോക്സ്. അതായത് രജിസ്ട്രേഷൻ ഓഫ് ഫോറിൻ ലോയേഴ്സ് ആൻഡ് ഫോറിൻ ലോ ഫേംസ് ഇൻ ഇന്ത്യ എന്ന രീതിയിലേക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇമ്പാക്ട്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ നോക്കുന്നത്. ഈ ഒരു റൂൾ കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ലീഗൽ പ്രാക്ടീസ് ലിബറലൈസ് ചെയ്യുക, അതേണക്ക് തന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷേ ഇതിന് ഒരുപാട് ക്രിറ്റിസിസവും നമ്മൾ പറയുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ ലീഗൽ സോവറിനിറ്റിനെ അത് മൊത്തത്തിൽ ബാധിക്കും. അതേണക്ക് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്സ്, ഡൊമസ്റ്റിക് ലീഗൽ ഡിബേറ്റ്സ് കാര്യങ്ങളിലേക്ക് ഈ ഒരു റൂള് നെഗറ്റീവ്ലി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന രീതിയിലേക്കാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ ഒരു റൂൾസ് കൊണ്ടുവന്നെങ്കിൽ പോലും അതിനകത്തുള്ള ലൂപ്പ് ഹോൾസ് അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ആൻഡ് പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഈസ് ടു മച്ച് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ റെഗുലേറ്ററി റോളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ലീഗൽ പ്രൊഫഷനെയും അതേണക്ക് തന്നെ എഡ്യൂക്കേഷനെയുമാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. പ്രൊഫഷണൽ കണ്ടക്റ്റ് അതേണക്ക് തന്നെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ബാർ എക്സാംസ് നടത്തുന്നതും ഈ പറയുന്ന ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്. ആൻഡ് റൂൾസ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് ഫോറിൻ ലോയേഴ്സ് ഇൻ ഇന്ത്യ. സ്പെസിഫിക് റൂൾസിൻ്റെ അണ്ടറിലായിരിക്കും ഈ പറയുന്ന ഫോറിൻ ലോയേഴ്സിന് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. അതേണക്ക് തന്നെ രജിസ്ട്രേഷൻ ഡിപ്പെൻഡ്സ് ഓൺ റെസിപ്രോസിറ്റി വിത്ത് ദെയർ കൺട്രീസ്. അതേപോലെ ഒൺലി എലിജിബിൾ ഫോറിൻ ലോയേഴ്സ് മാത്രമായിരിക്കും ഈ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ടാവുക. ആൻഡ് ഫ്ലൈ ഇൻ ഫ്ലൈ ഔട്ട് മോഡൽ ആൻഡ് മോഡൽ ഓഫ് റെസിപ്രോസിറ്റി. ഫോറിൻ ലോയേഴ്സിന് അവരുടെ ക്ലയൻസിനെ ഇന്ത്യയിലുള്ള അവരുടെ ക്ലയൻസിനെ ടെമ്പററി രീതിയിൽ അഡ്വൈസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ലോയേഴ്സ് ക്വാളിഫൈ ആവുന്ന രാജ്യങ്ങളിലുള്ള ഫോറിൻ ലോയേഴ്സിനെ മാത്രമേ നമ്മളിവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ഒരു മ്യൂച്വൽ ഫെയർനെസ് ലീഗൽ പ്രാക്ടീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്.
ഇനി മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS2 ഈ ഒരു ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്ട്രക്ചർ, ഓർഗനൈസേഷൻ, ഫങ്ഷനിങ് ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ഇൻ്റർവെൻഷൻസ്, ഇന്ത്യ ആൻഡ് ബൈലാറ്ററൽ റിലേഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ റെഗുലേഷൻ ഓഫ് ലീഗൽ പ്രൊഫഷൻ ആൻഡ് ഫോറിൻ പാർട്ടിസിപ്പേഷൻ, ഇന്ത്യസ് അപ്രോച്ച് ടു ലിബറലൈസിംഗ് ലീഗൽ സർവീസസ്, ഇമ്പാക്ട് ഓഫ് ലീഗൽ റെഗുലേഷൻ ഓൺ ഇന്ത്യ-US ട്രേഡ് ലൈസ് ആൻഡ് പ്രൊഫഷണൽ എക്സ്ചേഞ്ചസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതിയ റൂൾസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ന്യൂ വെയിറ്റ് ലോസ് ഡ്രഗ്സ് ഹാവ് ലോവർ ഇമ്പാക്ട് ഇൻ റിയൽ ലൈഫ് സ്റ്റഡി. അതായത് US-ന്റെ GLP-1 ഡ്രഗ്സിൻ്റെ സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. GLP-1 ഡ്രഗ്സിൻ്റെ മറ്റൊരു പേര് സെമാഗ്ലൂറ്റേഡ് ടിസ്പെപ്റ്റൈഡ് ഡ്രഗ്സ് എന്നതാണ്. ആൻഡ് ഫാക്ടേഴ്സ് ഇംപ്രൂവ് ഇൻ വെയിറ്റ് ലോസ് എഫക്റ്റീവ്നെസ്സിൽ കണ്ടിന്യൂഡ് മെഡിക്കേഷൻ, ഹയർ ഡോസേജ്, യൂസ് ഓഫ് ടിസ്പെപ്റ്റൈഡ് ഓവർ സെമാഗ്ലൂറ്റേഡ് ആൻഡ് ബീങ് ഫീമെയിൽ, ഇതൊക്കെയാണ് വെയിറ്റ് ലോസിനെ കൂടുതലും എഫക്റ്റീവ് ആക്കുന്ന ഫാക്ടേഴ്സ്. പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് കുറയാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഹയർ കോസ്റ്റ്, ഡ്രഗ്സിൻ്റെ കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. പുവർ കംപ്ലയിൻസ്, ലാക്ക് ഓഫ് കൺസിസ്റ്റൻറ്റ് ഫോളോ അപ്പ്, ഇതൊക്കെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഈ ഒരു ഡ്രഗ്സിൻ്റെ എഫക്റ്റീവ്നെസ് വളരെയധികം കുറയ്ക്കും. ആൻഡ് പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GLP-1 ഡ്രഗ്സ്, സെമാഗ്ലൂറ്റേഡ് ടിസ്പെപ്റ്റൈഡ് ഫോർ ഡയബറ്റീസ് ആൻഡ് ഒബിസിറ്റി. കാരണം ടൈപ്പ് 2 ഡയബറ്റീസും ഒബിസിറ്റിയും ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പറഞ്ഞ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. ടിസ്പെപ്റ്റൈഡ് കുറേ കൂടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സെമാഗ്ലൂറ്റേഡിനെക്കാളും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞ ടിസ്പെപ്റ്റൈഡ്. അതേ കണക്ക് തന്നെ ബ്ലഡ് ഷുഗർ ലോ ചെയ്യാനും ബോഡി വെയിറ്റ് ലോ ചെയ്യാനും ഈ ഡ്രഗ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിയൽ വേൾഡ് വേഴ്സസ് ക്ലിനിക്കൽ ട്രയൽ ഔട്ട്കംസ്, മിക്ക പേഷ്യൻറ്റിനും മോസ്റ്റ് പേഷ്യൻസ് ലോസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5% വെയിറ്റ് ഇൻ റിയൽ യൂസ്. അതേപോലെ തന്നെ ടിസ്പെപ്റ്റൈഡ് കുറേ കൂടി എഫിഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ലോസ് കൺസിസ്റ്റൻ്റ്ലി അത് വെയിറ്റ് ലോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ സ്റ്റൊമക് സൈഡ് എഫക്റ്റിനും വളരെയധികം നല്ല രീതിയിൽ ടിസ്പെപ്റ്റൈഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് FDA അപ്രൂവൽസ് ആൻഡ് റെഗുലേഷൻ രണ്ടും ടൈപ്പ് 2 ഡയബറ്റീസിന് വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതേ കണക്ക് തന്നെ സെമാഗ്ലൂറ്റൈഡ് അപ്രൂവ് ചെയ്തത് ഒബിസിറ്റി കാര്യങ്ങൾക്കും, ടിസ്പെപ്റ്റൈഡിൻ്റെ അപ്രൂവൽ നിലവിൽ പെൻഡിങ്ങുമാണ്. FDA സേഫ്റ്റിയും അതേ കണക്ക് തന്നെ എഫക്റ്റീവ്നെസ്സും എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഈ പറയുന്ന അപ്രൂവലും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. സോ മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS2-ലും GS3-ലും ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഹെൽത്ത്, ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ഇൻ്റർവെൻഷൻസ്, സയൻസ് ആൻഡ് ടെക് തുടങ്ങിയ മേഖലകളിൽ, അതായത് ചലഞ്ചസ് ഇൻ റിയൽ വേൾഡ് എഫക്റ്റീവ്നെസ് ഓഫ് ക്രോണിക് ഡിസീസ് ട്രീറ്റ്മെൻറ്റ്, നീഡ് ഫോർ അഫോർഡബിൾ ക്രോണിക് ഡിസീസ് മെഡിക്കേഷൻ ഇൻ ഇന്ത്യ, റിയൽ വേൾഡ് ഇമ്പാക്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻവെൻഷൻസ് ഇൻ പബ്ലിക് ഹെൽത്ത് തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ പറയുന്ന GLP-1 ഡ്രഗ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് ആർട്ടിക്കിൾ, സെൻസിറ്റീവ് ജർമ്മൻ എക്സ്പെരിമെൻറ്റ് സെറ്റ് നോ ലിമിറ്റ് ഓൺ മാക്സിമം ന്യൂട്രിനോ മാസം. അതായത് കാട്രിൻ എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു ന്യൂസ് ആയിരുന്നു ഇത്. മീൻസ് ന്യൂട്രിനോയുടെ മാസ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. സോ കാട്രിൻ എക്സ്പെരിമെൻറ്റ് സെറ്റ് എ ന്യൂ അപ്പർ ലിമിറ്റ് ഓൺ ദ മാസ് ഓഫ് ന്യൂട്രിനോസ്. അതായത് ട്രിഷ്യം ഡികെ അനാലിസിസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ മാസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സിനെ ഈ ന്യൂട്രിനോസ് ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ന്യൂട്രിനോ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, മാസ്, ടൈപ്സ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്രിനോ എന്ന് പറയുന്നത് ന്യൂട്രൽ, വെരി ലൈറ്റ്, വീക്ക് ഫോഴ്സ് ആണ്. അതേ കണക്ക് തന്നെ സ്മോൾ ബട്ട് നോൺ സീറോ മാസ് ആയിരിക്കും, ഓസിലേഷൻ വെച്ചായിരിക്കും അത് ഷോ ചെയ്യുക. ആൻഡ് കാട്രിൻ എക്സ്പെരിമെൻറ്റും അതിൻ്റെ പർപ്പസും സിഗ്നിഫിക്കൻസും, കാട്രിൻ എക്സ്പെരിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂട്രിനോ മാസ് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ട്രിഷ്യം ബീറ്റ ഡിക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള രീതിയിൽ മാസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സെറ്റ് സ്ട്രിക്റ്റ് അപ്പർ ലിമിറ്റ് ഓൺ ന്യൂട്രിനോ മാസ്. ദെൻ ട്രിഷ്യം ഡിക്കെ ആൻഡ് ന്യൂട്രിനോ ഡിറ്റക്ഷൻ. ട്രിഷ്യം ഡിക്കെ ടു ഹീലിയം, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രിനോ. ഇലക്ട്രോൺ എനർജി സ്പെക്ട്രം റിവീൽസ് ന്യൂട്രിനോ മാസ്. ഇത് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് സ്പെക്ട്രോമീറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും. കാരണം ഹയർ ആക്യുറസി നമുക്കിതിൽ വളരെയധികം ആവശ്യമാണ്. സോ മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3-ൽ അച്ചീവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യൻ സയൻസ് ആൻഡ് ടെക്നോളജി, അവയർനെസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ഇൻഡിജിനൈസേഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ടെക്നോളജി തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു കാട്രിൻ എക്സ്പെരിമെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്ന് നമ്മൾ GS1, GS2, GS3 തുടങ്ങിയ പേപ്പറിലൊക്കെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക്